എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഒരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ എങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്യാം, നമ്മൾ മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ടോ എങ്ങനെ ഒരു ഇമേജ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തത്, എങ്ങനെ ഒരു ലാപ്ടോപ്പ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അതിനകത്തുള്ള ഒരു ഗൂഗിൾ മീറ്റോ സൂം മീറ്റോ ഒക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യാണ്, അതെങ്ങനെ ഫില്ലപ്പ് ചെയ്തു എന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആരെങ്കിലും കാണിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. എല്ലാവർക്കും സോണീസ് ബേസിക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യാനാണെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് സ്നിപ്പിംഗ് ടൂൾ. ഈ ടൂള് വിൻഡോസിൽ തന്നെ ഉപയോഗിക്കുന്നവർക്ക് അതിനകത്ത് തന്നെ കിട്ടുന്നതാണ്. വേറെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്നിപ്പിംഗ് ടൂളിൽ നിന്ന് ഇവിടെ താഴെ കാണുന്ന അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടും. ഇനി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതാണ് വിൻഡോസ് ഷിഫ്റ്റ് എസ്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്നിപ്പിംഗ് ടൂളിൻ്റെ ഇത് തുറന്നു വരും. അതിനകത്ത് ഫസ്റ്റ് കാണാം ഒരു ക്യാമറയുടെ ഐക്കൺ ഉണ്ട്, അതാണ് സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് വരുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് വീഡിയോയുടെ ഒരു ഐക്കൺ ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു യൂട്യൂബ് ഒരു ചാനൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എങ്ങനെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി സ്ക്രീൻഷോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് ഷിഫ്റ്റ് വിൻഡോസ് എസ് അടിച്ചു. ഇപ്പോൾ സ്നിപ്പിംഗ് ടൂൾ തുറന്നപ്പോൾ അതൊന്ന് ഡിം ആയിട്ടുണ്ട്. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നമുക്ക് ക്യാമറയുടെ ഐക്കണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ക്യാമറയുടെ ഐക്കണാണ് വരിക. ഇനി അല്ല വീഡിയോയിൽ എങ്ങനെയാണ് കിടക്കണമെങ്കിൽ അത് തിരിച്ച് ക്യാമറയിലേക്ക് ആക്കുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് 4 തരത്തിൽ എടുക്കാൻ പറ്റും. അതിനായിട്ട് തൊട്ടടുത്തുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ 4 ഓപ്ഷൻ ഉണ്ട്: റെക്റ്റാങ്കിൾ, വിൻഡോ, ഫുൾ സ്ക്രീൻ, ഫ്രീ ഫോം. ഇനി ഇതിൽ ഫുൾ സ്ക്രീൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കാം. ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഫുൾ ആ ഡിസ്പ്ലേയിൽ കാണണ എല്ലാം അതിനകത്ത് ഫോട്ടോ പോലെ വന്നു. ഇനി വിൻഡോ എന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ വിൻഡോയിലുള്ളത് മാത്രം ഒരു സ്ക്രീൻഷോട്ടായിട്ട് വരും. ഇനി റെക്റ്റാങ്കിൾ എന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നോക്കാം. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം, ഏത് ഭാഗമാണ് വരേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഭാഗം മാത്രം സ്ക്രീൻഷോട്ടായിട്ട് വന്നു, അതിന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇനി ഫ്രീ ഫോം ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും ഷേപ്പിലുള്ള ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രം നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് കിട്ടി. ഇനി ബാക്കി അതിന് ചുറ്റുമുള്ളതൊന്നും വന്നില്ല. അങ്ങനെ 4 ഓപ്ഷനാണ് നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്യാൻ കിട്ടണേ. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് വെച്ചിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സ്ക്രീൻഷോട്ടായി അതിൻ്റെ ഫോൾഡറിൽ സേവ് ആയി. അത് എവിടെയാണ് കിട്ടുകയെന്ന് ഞാൻ അവസാനം പറയാം. ഇനി സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അതുപോലെ തന്നെ സ്നിപ്പിംഗ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് അടിച്ചു. വിൻഡോസ് ഷിഫ്റ്റ് പ്ലസ് എസ് 3 അടിച്ചു. അപ്പോൾ സ്നിപ്പിംഗ് ടൂൾ ഓപ്പൺ ആയി. ഇനി അതിനകത്ത് രണ്ടാമത്തെ ഐക്കൺ, വീഡിയോയുടെ ഐക്കണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്തും സ്ക്രീൻഷോട്ടിൽ പറഞ്ഞതുപോലെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ, വിൻഡോ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റെക്റ്റാങ്കിൾ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഏത് ഭാഗമാണ് നമുക്ക് റെക്കോർഡ് ആവേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ തന്നെ സെലക്ട് ചെയ്യാം. ഇനി സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും വീഡിയോ ആയിട്ട്. അവിടെ മുകളിൽ ടൈമറും കാണാൻ പറ്റും, സമയം മറന്നു, അതായത് റെക്കോർഡ് ആവുന്നു എന്നർത്ഥം. ഇനി ഇവിടെ പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ അറേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് വേറെ വീഡിയോ എടുക്കുക, അതിൻ്റെ ഭാഗം വീണ്ടും റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വോയിസ് ആണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു മൈക്രോഫോണിൻ്റെ സിമ്പിൾ കാണാം, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു സിമ്പിളും കാണാം. ഈ മൈക്രോഫോണിൻ്റെ സിമ്പിൾ ഓൺ ആണെങ്കിൽ നമ്മൾ മൈക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒച്ച അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ പറ്റും, അതിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ഇനി അത് മൈക്ക് ഓഫാണ്, അതിൻ്റെ അടുത്തുള്ള സിമ്പിളാണ് ഓൺ എന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ ഏത് വീഡിയോ അല്ലെങ്കിൽ സൂം മീറ്റോ എന്താ കാണുന്നത് അപ്പോൾ അതിനകത്തുള്ള വോയിസ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 2 സിമ്പിളും ഓൺ ഓഫ് നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി സ്ക്രീൻ റെക്കോർഡിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ വിൻഡോ എന്നാണ്.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ സെലക്ട് ആവും. ആ വിൻഡോയിലുള്ളത് സ്ക്രീൻ റെക്കോർഡ് ആയിക്കോളും. ബാക്കി മൈക്കും വോയിസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി എവിടെയാണ് നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോകളൊക്കെ എന്ന് നോക്കാം. അതിനായിട്ട് ഫയൽ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അവിടെ പിക്ചേഴ്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്താണ് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടുകളെല്ലാം. ഇനി അതുപോലെ സൈഡിൽ വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാം. അതിനകത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ വീഡിയോകളും. ഇതെല്ലാം നമുക്ക് മാറ്റാനും പറ്റും. അതിനായിട്ട് സ്നിപ്പിംഗ് ടൂള് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് തുറക്കണം. നമ്മൾ ഷോർട്ട് കട്ട് വിൻഡോസ് ഷിഫ്റ്റ് എസ് എന്ന് തുറന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. ഇപ്പോൾ സ്നിപ്പിംഗ് ടൂളിൻ്റെ വലിയ വിൻഡോ ഓപ്പൺ ആയി. ഇനി ഇതിനകത്ത് വലതുവശത്ത് ഒരു 3 ഡോട്ട് കാണാം. അതിൽ സെറ്റിങ്സ് എന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ഒറിജിനൽ സ്ക്രീൻഷോട്ട്സ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഞാനത് ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്റ്റാങ്കിൾ വിൻഡോ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത ഉടനെ സ്ക്രീൻഷോട്ടായി സേവ് ആയത് ആ ഫോൾഡറിലേക്ക്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. ഇനി ഇവിടെ താഴെ കാണാം സ്ക്രീൻഷോട്ട്സ് ആർ സേവ്ഡ് ടു, ഏത് ഫോൾഡറിലേക്കാണ് സ്ക്രീൻഷോട്ട്സ് സേവ് ചെയ്തിരിക്കണതെന്ന്. അതും ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്, ചേഞ്ച് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൾഡറിലല്ല വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലും മതി നമ്മുടെ സ്ക്രീൻഷോട്ടുകൾ എന്ന് വെച്ചാൽ അത് മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെയും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ സ്ക്രീൻ റെക്കോർഡ് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യാണ്ടിരിക്കാനുള്ള ഓഫ് ചെയ്തിടാൻ പറ്റും. അതുപോലെ ഏത് ഫോൾഡറിൽ സ്ക്രീൻ റെക്കോർഡിങ് സേവ് ആവണമെന്നൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇനി സ്ക്രീൻ റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ടിങ്ങും ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബൈ.